അടുത്ത MAT 204 മൊഡ്യൂൾ 3 അടുത്ത ടോപ്പിക്കാണ് സ്റ്റേഷനറി പ്രോസസ്സ്. സ്റ്റേഷനറി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. പ്രോസസ്സ് റാൻഡം പ്രോസസ് ഈസ് സെറ്റ് ടു ബി സ്റ്റേഷനറി ഇപ്പോഴാണ് ഇഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഓക്കെ, അത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മീൻ മീഡിയൻ മോഡൊക്കെ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ അതെല്ലാമാണ്. അപ്പോൾ അത് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ അതിന് സ്റ്റേഷനറി പ്രോസസ്സ് എന്ന് പറയും. അപ്പോൾ അതിലുള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റേഷനറി പ്രോസസ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ ടൈപ്പാണ്, അതിൻ്റെ പേരാണ് വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സ്. ഇതെല്ലാ പ്രാവശ്യം എക്സാമിന് ചോദിക്കാറുണ്ട്. വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സ്. ഓക്കെ, WSS എന്ന് പറയും. അപ്പോൾ അത്രയേ ഉള്ളൂ. വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സ്, ഒരു സ്റ്റേഷനറി പ്രോസസ്സ് വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സ് ആകാനുള്ള രണ്ട് കണ്ടീഷനാണ്. എപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ഈ റാൻഡം പ്രോസസ്സിൻ്റെ മീൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. മീൻ ഓഫ് ദ റാൻഡം പ്രോസസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ആൻഡ് പിന്നെന്താ, ഓട്ടോ കോറിലേഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടോ എന്ന് പറഞ്ഞാൽ T2 - T1. അതായത് ടൈം, ഈ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ടൈം ഡിഫറൻസിനെ മാത്രം T2 - T1 ആ ടൈം ഡിഫറൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന മാത്രം ഒരു ഫംഗ്ഷൻ ആയിരിക്കും T2 - T1. ടോനെ നമ്മൾ T2 - T1, T1 - T2 ഏതെടുത്താലും കുഴപ്പമില്ല. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനായിരിക്കും ഓട്ടോ കോറിലേഷൻ. അതായത് അതിൽ മറ്റ് റാൻഡം വേരിയബിൾസ് ഒന്നും ഉണ്ടാവില്ല, അതിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനിൽ T2 - T1 വരുന്ന ഒരു ഫംഗ്ഷനായിട്ടാണ് നമുക്ക് കിട്ടുക. ടൈം ഡിഫറൻസിൽ വരുന്നൊരു ഫംഗ്ഷനായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഇതൊന്ന് പഠിച്ചു വയ്ക്കണം. ഇത് വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ഇതുപോലെ എഴുതി വയ്ക്കണം. റാൻഡം പ്രോസസ് സെറ്റ് ടു ബി വൈഡ് സെൻസ് സ്റ്റേഷനറി പ്രോസസ് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദി ഫോളോയിങ് കണ്ടീഷൻസ്. ഓക്കെ, മീൻ ഓഫ് ദ പ്രോസസ് ഈസ് കോൺസ്റ്റൻറ്റ്, ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടോ അല്ലെങ്കിൽ T2 - T1 അല്ലെങ്കിൽ T1 - T2. ഓക്കെ, ഈ പ്രോബ്ലം നോക്കാം. ഒരു ക്വസ്റ്റ്യൻ, a sine wave process with random phase is defined by x of t is equal to a sin omega t plus theta, where a and omega are constants and theta is a random variable uniformly distributed in 0 to pi. Okay, അപ്പോൾ തീറ്റയാണ് ഇവിടെ റാൻഡം വേരിയബിൾ. തീറ്റ ഇസ് ദ റാൻഡം വേരിയബിൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 0 to pi. ഓക്കെ, അപ്പോൾ തീറ്റയാണ് റാൻഡം വേരിയബിൾ. തീറ്റ ഫോളോസ് ഏതാണ്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വിത്തിൻ ദ ഇൻ്റർവൽ 0 to pi. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് തീറ്റ അല്ലെങ്കിൽ പി ഓഫ് തീറ്റ കണ്ടുപിടിക്കാൻ എന്താണ്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എന്താണ്, 1/b - a ഇഫ് 1/b - a or 0 otherwise. 1/b - a എന്ന് പറഞ്ഞപ്പോഴാണ് 1/, ഇത് a ഇത് b അല്ലേ. അപ്പോൾ 1/b - a എന്ന് പറയുമ്പോൾ 1/2π എന്ന് വരും. വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. 0 otherwise. ഓക്കെ, 0 otherwise അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, എഫ് ഓഫ് തീറ്റ കിട്ടി. ഇനി നമുക്ക് രണ്ട് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഇത് WSS പ്രോസസ് ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അതിൽ രണ്ട് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ, മീൻ ഓഫ് ദ പ്രോസസ് ഈസ് കോൺസ്റ്റൻറ്റ്. മീൻ ഓഫ് ദ പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താ, എക്സ്പെക്റ്റേഷൻ അല്ലേ. മീൻ എന്ന് പറയുമ്പോൾ എന്താ, എക്സ്പെക്റ്റേഷൻ ഓഫ് ദി പ്രോസസ്, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഓഫ് ടി എന്താണ്, എ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ. ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണണം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം പ്രോസസ് എങ്ങനെ കാണുക, നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ കേട്ടോ. എക്സ്പെക്റ്റേഷൻ ഓഫ് എ റാൻഡം പ്രോസസ്, ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റഗ്രൽ -∞ to ∞ എക്സ് ഓഫ് ടി. ഇവിടെ തീറ്റയാണ് റാൻഡം വേരിയബിൾ, അതുകൊണ്ട് എഫ് ഓഫ് തീറ്റ ഡി തീറ്റ. ഇവിടുത്തെ തീറ്റയാണ് റാൻഡം വേരിയബിൾ. ഇനിയിപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരുന്നു, വേറെ ഏതെങ്കിലും വേരിയബിൾ ആയിരുന്നു നമ്മൾ റാൻഡം വേരിയബിളായിട്ട് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ കൊടുക്കുക. അപ്പോൾ എസ് ആണ് റാൻഡം വേരിയബിൾ ആയിരുന്നു, എഫ് ഓഫ് എസ് ഡി എസ്.
കൊടുക്കുക. ഇവിടെ തീറ്റയാണ് റാൻഡം വേരിയബിൾ, അതുകൊണ്ട് എഫ് ഓഫ് തീറ്റ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി നമുക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ റാൻഡം വേരിയബിൾ വിത്തിൻ ദ ഇൻ്റർവൽ 0 to 2π ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻ്റഗ്രൽ 0 to 2π, ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രൽ എടുക്കുന്നത് കേട്ടോ. ഇൻ്റഗ്രൽ 0 to 2π a sin omega t പ്ലസ് തീറ്റ, ഇതെന്താ എക്സ് ഓഫ് ടി എഴുതി, ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഡി തീറ്റ, എഫ് ഓഫ് തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽസ്, ഇവിടെ എ കോൺസ്റ്റൻ്റ് ആണ്, പുറമേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 0 to 2π സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ, എഫ് ഓഫ് തീറ്റ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എന്താണ് 1/2π ഡി തീറ്റ. 1/2πയും കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പിടിച്ച് പുറമേക്ക് ഇട്ടു. സോ a/2π. ഓക്കെ, ഇൻ്റഗ്രൽ 0 to 2π സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റ ഡി തീറ്റ. ഒന്നുമില്ല, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. a/2π സൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും മൈനസ് കോസ് അല്ലേ, സൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് കിട്ടും. കഴിഞ്ഞോ? ഇല്ല, ശരിക്കും കഴിഞ്ഞിട്ടില്ല. എന്താണ്, സൈൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ആണ്, പക്ഷേ ഇവിടെ തീറ്റയ്ക്ക് പകരം എന്തെങ്കിലും ഫംഗ്ഷനാണ്. സൈൻ തീറ്റ ആകുമ്പോൾ കോസ് തീറ്റ വരും, മൈനസ് കോസ് തീറ്റ വരും. ഇവിടെ തീറ്റയ്ക്ക് പകരം വേറൊരു ഫംഗ്ഷനാണ്, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ ഡെറിവേറ്റീവ് വരിക? തീറ്റയാണ് ഇവിടെ വേരിയബിൾ. ഇപ്പോൾ ഡബ്ല്യുവും ടിയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോവും. തീറ്റേൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, സോ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, വിത്തിൻ ദ ലിമിറ്റ് 0 to 2π ഇസ് ഈക്വൽ ടു a/2π. ഓക്കെ, അപ്പർ ലിമിറ്റ് കൊടുത്തു, മൈനസ് കോസ് ഒമേഗ ടി, ഇവിടെ തീറ്റയാണല്ലോ വേരിയബിൾ, അപ്പോൾ തീറ്റയ്ക്കാണ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റോ കൊടുക്കുക. ഒമേഗ ടി പ്ലസ് തീറ്റ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പോൾ ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്, മൈനസ് കോസ് ഒമേഗ ടി പ്ലസ് 0 വരും. അപ്പോൾ പ്ലസ് 0 എഴുതേണ്ട ഒമേഗ ടി തന്നെ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു a/2π എന്ത് വരും? a/2π മൈനസ് കോസ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കോസ് തീറ്റ പ്ലസ് 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ പ്ലസ് 2π, കോസ് തീറ്റ പ്ലസ് 2π എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ തന്നെയാണ്. സൈൻ തീറ്റ പ്ലസ് 2π എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ തന്നെയാണ്. ഒരു 360 റൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാലും കോസിൻ്റെയും സൈൻ്റെയും വാല്യൂ മാറില്ല. അപ്പോൾ എന്ത് വരും? ഇത് മൈനസ് കോസ് ഒമേഗ ടി എന്ന് തന്നെ എഴുതാം, മൈനസ് അവിടെ കിടക്കട്ടെ. കോസ് തീറ്റ പ്ലസ് 2π എന്ന് പറയുമ്പോൾ കോസ് തീറ്റ തന്നെയാണ്. കോസ് ഒമേഗ ടി പ്ലസ് 2π എന്ന് പറയുമ്പോൾ കോസ് ഒമേഗ ടി തന്നെയാണ്. ഈ മൈനസ് ഇവിടെ കൊടുത്തു, മൈനസ് പ്ലസ് ആയിപ്പോയി. ഇവിടെ എന്താണ്? കോസ് ഒമേഗ ടി. അപ്പോൾ എന്താണ്? മൈനസ് കോസ് ഒമേഗ ടിയും പ്ലസ് കോസ് ഒമേഗ ടിയും രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോവും. 0 നമുക്ക് 0 കിട്ടണമെന്നൊന്നുമില്ല, എന്താണ്? കോൺസ്റ്റൻറ്റ് കിട്ടിയാൽ മതി ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ. മീൻ ഓഫ് ദ പ്രോസസ് കോൺസ്റ്റൻറ്റ് കിട്ടിയാൽ മതി. 0 കോൺസ്റ്റൻ്റ് ആണ്. therefore ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം. അടുത്ത കണ്ടീഷൻ എന്തായിരുന്നു? നമുക്ക് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കാണണം. ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ അടുത്തത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കാണാൻ എന്താണ്? RXS ഓഫ് T1 T2 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കാണാൻ എക്സ്പെക്റ്റേഷൻ ഓഫ് റാൻഡം പ്രോസസ് അറ്റ് T1 ഇൻറ്റു expectation of random process at T1 into random process at T2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എക്സ്പെക്റ്റേഷൻ ഓഫ് നമ്മുടെ റാൻഡം പ്രോസസ്സ്, നമ്മുടെ എക്സ് ഓഫ് ടി എന്തായിരുന്നു? നമ്മുടെ എക്സ് ഓഫ് ടി എന്താണ്? നമ്മുടെ എക്സ് ഓഫ് ടി എ സൈൻ ഒമേഗ ടി പ്ലസ് തീറ്റയാണ്. ഇവിടെ എന്ത് വരും? എ സൈൻ
ഒമേഗ ടിക്ക് പകരം എന്ത് വരും? അറ്റ് ദ ടൈം T1 ആണ്. അപ്പോൾ T1 പ്ലസ് തീറ്റ ഇൻറ്റു എ സൈൻ ഒമേഗ T2 പ്ലസ് തീറ്റ എന്ന് വരും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു എ ഇൻറ്റു എ സ്ക്വയർ ആണ്, കോൺസ്റ്റൻ്റ് ആണ്, പുറമേക്ക് എടുത്തു. എക്സ്പെക്റ്റേഷൻ ഓഫ് സൈൻ ഒമേഗ T1 പ്ലസ് തീറ്റ ഇൻറ്റു സൈൻ ഒമേഗ T2 പ്ലസ് തീറ്റ എന്ന് കിട്ടി. അപ്പോൾ ഇതെന്ത് ഫോമിലാണ്? സൈൻ എ സൈൻ ബി എന്നുള്ള ഫോമിലാണ്. അപ്പോൾ സൈൻ എ സൈൻ ബി നമുക്ക് മാറ്റി എഴുതാൻ എങ്ങനെയാണ്? സൈൻ എ സൈൻ ബീനെ മാറ്റി എഴുതാൻ ഇവിടെ എഴുതാം. സൈൻ എ സൈൻ ബി ഇങ്ങനെ മാറ്റി എഴുതാൻ എന്തുവരും? 1/2 കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഓക്കെ, എന്താണ്? 1/2 കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഇങ്ങനെ ഒന്ന് രണ്ട് ഐഡൻറ്റിറ്റീസ് ഉണ്ട്, അത് പഠിച്ചു വെക്കണം. നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കോസ് എ കോസ് ബി ചെയ്തിരുന്നു എന്നാണ് ഓർമ്മ, അല്ലെങ്കിൽ സൈൻ എ കോസ് ബി ഏതൊക്കെയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈൻ എ സൈൻ ബി ഇക്വേഷൻ 1/2 കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് എ സ്ക്വയർ എക്സ്പെക്റ്റേഷൻ ഓഫ് 1/2 ഒരു 1/2 ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങോട്ടേക്ക് എടുത്തിട്ട് കേട്ടോ, ഉള്ളിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, കോൺസ്റ്റൻ്റ് അല്ലേ. 1/2 ഉണ്ട്, അതിന് നമ്മൾ അങ്ങനെ എഴുതി. കോസ് എ മൈനസ് ബി, എ എന്ന് പറയുമ്പോൾ കോസ് എ എന്ന് പറയുമ്പോൾ ഇതല്ലേ WT1 പ്ലസ് തീറ്റ പ്ലസ് WT2 പ്ലസ് തീറ്റ. കോസ് എ മൈനസ് ബി, അയ്യോ സോറി, എ മൈനസ് ബി ആണല്ലോ ആദ്യം വേണ്ടത്. എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. എ എന്ന് പറയുമ്പോൾ WT1 പ്ലസ് തീറ്റ പ്ലസ് WT2 പ്ലസ് തീറ്റ. ഓക്കെ, അപ്പോൾ 1/2 കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്ന് എഴുതി. ജസ്റ്റ് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതാ ഇവിടെ തീറ്റ ഉണ്ട്, ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് തീറ്റ ആയിപ്പോയി. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? തീറ്റ അങ്ങ് പോവും. ബാക്കി ഒമേഗ T1 മൈനസ് ഒമേഗ T2. അപ്പോൾ ഞാനിങ്ങനെ എഴുതി കോസ് ഒമേഗ T1 മൈനസ് ഒമേഗ T2 ആണേ. അല്ല, ഒമേഗേനെ ഞാനങ്ങ് പുറമേക്ക് എടുത്തു, T1 മൈനസ് T2 എന്ന് കിട്ടി. കോസ് ഒമേഗ T1 മൈനസ് ഒമേഗ T2 ആണ്. അപ്പോൾ ഒമേഗ കോമൺ ആയിട്ട് എഴുതി, T1 മൈനസ് T2. ഓക്കെ, മൈനസ് ഇവിടെ എന്ത് വരും? ഇതൊന്നും ക്യാൻസൽ ചെയ്യില്ല, എല്ലാം പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് ഒമേഗ കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? T1 പ്ലസ് T2 എന്ന് വരും. ഇതൊന്നും കൂടെ ഒമേഗ കോമൺ ആയിട്ട് എടുത്തു, T1 പ്ലസ് T2 വന്നു. ഇവിടെ ഒരു തീറ്റയുണ്ട്, ഇവിടെ ഒരു തീറ്റയുണ്ട്, പ്ലസ് 2 തീറ്റ എന്ന് കിട്ടി. ഓക്കെ ഓക്കെ, ഇനി എക്സ്പെക്റ്റേഷൻ കാണാനാണ്. എക്സ്പെക്റ്റേഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെയും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? ഈ രണ്ട് ടേമിനെയും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വരും? a²/2 ഇൻ്റഗ്രൽ 0 to 2 pi കോസ് ഒമേഗ T1 മൈനസ് T2 മൈനസ് രണ്ട് ടേമായിട്ട് എടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് വേണ്ട, മൈനസ് കോസ് ഒമേഗ T1 പ്ലസ് T2 പ്ലസ് 2 തീറ്റ. ഓക്കെ, ഡി ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഡി തീറ്റ. അങ്ങനെയല്ലേ കൊടുക്കുക? എഫ് ഓഫ് തീറ്റ ഡി തീറ്റ, എഫ് ഓഫ് തീറ്റ ഡി തീറ്റ, അങ്ങനെയല്ലേ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? അങ്ങനെയായിരുന്നു എക്സ് ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഡി തീറ്റ. ഇവിടെ എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇത് മൊത്തമാണ് നമ്മളെ അത് വരുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് ഈ ഒരു ടേമിൻ്റെ മൊത്തം എക്സ്പെക്റ്റേഷൻ കാണണം. അപ്പോൾ എക്സ് ഓഫ് ടി ഇൻറ്റു എഫ് ഓഫ് തീറ്റ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഇവിടുന്ന് തുടങ്ങാം.
ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2. എഫ് ഓഫ് തീറ്റ എന്തായിരുന്നു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് തീറ്റ എന്താ 1/2π ആണ് അല്ലേ. അപ്പോൾ 1/2π കോൺസ്റ്റൻ്റ് ആണല്ലോ, അതിനെ ഞാൻ അടുത്ത് പുറമേ കിട്ടും. 1/2π ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. 1/2π എടുത്ത് പുറമേ കിട്ടു. ഇൻ്റഗ്രൽ 0 to 2π കോസ് ഒമേഗ ഇൻറ്റു T1 മൈനസ് T2. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ എഴുതിക്കുമ്പോൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എഫ് ഓഫ് തീറ്റ 1/2π ആണ്. അപ്പോൾ അതിനടുത്ത് പുറമേ കിട്ടു. ബാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. കോസ് ഒമേഗ T1 പ്ലസ് T2 പ്ലസ് 2θ dθ. എഫ് ഓഫ് തീറ്റ എന്ന് പറയുമ്പോൾ 1/2π ആണ്. അതിനെ പിടിച്ച് പുറമേ കിട്ടു. ബാക്കി എഴുതി. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയർ ബൈ 4π വരും. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നോക്കുക, കോസ് ഒമേഗ T1 മൈനസ് T2 ആണ്. ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എന്താ, തീറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ തീറ്റയുടെ ടേം ഇല്ല, ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, കോൺസ്റ്റൻറ്റിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു തീറ്റ ഇട്ട് കൊടുക്കും അല്ലേ. കോൺസ്റ്റൻറ്റിന് തീറ്റ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു തീറ്റ വരും. അപ്പോൾ കോസ് ഒമേഗ T1 മൈനസ് T2 ഓക്കെ മൈനസ് കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഉള്ളിൽ തീറ്റയുണ്ട് അല്ലേ. കോസിൻ്റെ ഉള്ളിൽ ആംഗിളിൽ തീറ്റ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ വരും. കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ഒമേഗ T1 പ്ലസ് T2 പ്ലസ് 2θ. ഓക്കെ, കോസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ വന്നു. പിന്നെ എന്ത് ചെയ്തു? അപ്പോൾ കോസ് 2θ ആണെങ്കിൽ സൈൻ 2θ എന്ന് എഴുതി വയ്ക്കുമല്ലോ, അതേപോലെ തന്നെ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തീറ്റയ്ക്ക് പകരം എന്താണോ ഫംഗ്ഷൻ വന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഡെറിവേറ്റീവ് എന്താ വരിക? തീറ്റ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. തീറ്റയാണ് ഇവിടെ വേരിയബിൾ. അപ്പോൾ W കോൺസ്റ്റൻറ്റ്, D1 D2 കോൺസ്റ്റൻറ്റ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. പ്ലസ് 2θ ഉണ്ട്. പ്ലസ് 2θൻ്റെ ഡെറിവേറ്റീവ് 2 വിത്തിൻ ദ ലിമിറ്റ് 0 to 2π. ഓക്കെ, കൊടുക്കുക. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ മതി. എ സ്ക്വയർ ബൈ 4π 2π കൊടുക്കുക. അപ്പോൾ തീറ്റയ്ക്ക് അപ്പർ ലിമിറ്റ് 2π കൊടുത്തു. കോസ് തീറ്റയ്ക്കാണെങ്കിൽ കൊടുക്കുന്നത്, ഇതിനൊരു വ്യത്യാസമൊന്നുമില്ല. ഒമേഗ T1 മൈനസ് T2 മൈനസ് സൈൻ നമ്മൾ കൊടുക്കുകയാണ്. ഇതാ സൈൻ ഒമേഗ T1 പ്ലസ് T2 പ്ലസ് 2θ. 2θ ഇവിടെ എന്ത് വരും? 2 ഇൻറ്റു തീറ്റയ്ക്ക് പകരം 2π കൊടുത്തു. ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണേ. ഇവിടെ നമ്മൾ തീറ്റയ്ക്ക് പകരം 2π കൊടുത്തു. അപ്പോൾ എന്ത് വരും? സൈൻ സം ആംഗിൾ പ്ലസ് 4π എന്ന് വരും. അതായത് എന്താണിത്? നമ്മളെന്താണ് സൈൻ 2nπ റൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ തന്നെയാണ് കിട്ടുക അല്ലേ. നമ്മൾ ഇതൊക്കെയോ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞു, മുന്നേ പഠിക്കുന്ന കാര്യമാണ്. സൈൻ തീറ്റ പ്ലസ് 2nπ എടുത്തു കഴിഞ്ഞാൽ, അതായത് 2π 6π 4π 8π ഈവൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സൈൻ തീറ്റ തന്നെ കിട്ടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എന്ത് കിട്ടും? സൈൻ ഒമേഗ T1 പ്ലസ് T2 പ്ലസ് 2π അല്ലെങ്കിൽ 4π വരും. അപ്പോൾ എന്ത് വരും? നമുക്ക് ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? സൈൻ ഒമേഗ T1 പ്ലസ് T2 എന്ന് തന്നെ എഴുതാം അല്ലേ. ഓക്കെ, സൈൻ ഒമേഗ T1 പ്ലസ് T2 എന്ന് തന്നെ എഴുതാം. ഇത് അടുത്ത സ്റ്റെപ്പ് മാറ്റി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി -0 മൈനസ് നമ്മൾ 0 കൊടുക്കുകയാണ്. അപ്പോൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നോക്കുക. 0 കൊടുത്താൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാവുമോ? 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. ഇവിടെ തീറ്റയ്ക്ക് 0 കൊടുത്തു. ഇവിടെ തീറ്റയ്ക്ക് 0 കൊടുത്തേ. 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് 0 ആയി പോയില്ല, ടേം 0 ആയി പോയി. ഇനി ഇവിടെ തീറ്റയ്ക്ക് 0 കൊടുത്തു. ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. മൈനസ് സൈൻ, ഇവിടെ തീറ്റയ്ക്ക് 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സൈൻ ഒമേഗ T1 പ്ലസ് T2 അത് തന്നെയല്ലേ കിട്ടുക അല്ലേ. ഓക്കെ, എന്താ ചെയ്തേ? 2π കൊടുത്തു, ഇത് കിട്ടി. 0 കൊടുത്തു, 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയിപ്പോയി. ഇവിടെ 0 കൊടുക്കുമ്പോൾ സൈൻ ഒമേഗ T1 പ്ലസ് T2 തന്നെ കിട്ടി ബൈ 2.
ഒന്ന് നോക്കുക, ഇതെന്ത് വരും? മൈനസ് സൈൻ ഒമേഗ T1 + T2/2. ഇവിടെ ഈ മൈനസ് ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് പ്ലസ് ആയി പോകും. ഇത് രണ്ടും ഒരാളല്ലേ, അപ്പോൾ ഈ രണ്ട് ടേം അങ്ങ് ക്യാൻസലായി പോകും. ഇത് സൈൻ ഒമേഗ T1 + T2/2 ആണ്, ഇതും സൈൻ ഒമേഗ T1 + T2/2 ആണ്. ഓക്കെ, അപ്പോൾ മൈനസ് അങ്ങ് പോയി, ഇവിടെ പ്ലസ് ആയി പോവും. ഈ ടേമും ക്യാൻസലായി പോയി. അപ്പോൾ ബാക്കി എന്ത് വരും? ഇവിടെ പയ്യും ഒക്കെ പോയി, ഇത് മാത്രമേ ഉണ്ടാവൂ. ഈ ടേമും പോയി, പയ്യും ഒക്കെ ക്യാൻസലായി. ഇവിടെ 2ഉം 4ഉം ഒക്കെ ക്യാൻസലായി. അപ്പോൾ a²/2 cos ഒമേഗ T1 - T2 എന്ന് കിട്ടി അല്ലേ? cos ഒമേഗ T1 - T2. ഇപ്പം എന്തായി? നമ്മുടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ T1 - T2 ഈ ടൈം ഡിഫറൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. വേറെ ഒന്നുമില്ല, ഒന്നും ഇല്ലാത്തൊരു ഫംഗ്ഷനായി മാറി. ഓക്കെ, which is some function f എന്ന് വേണമെന്നില്ല, some function of tau എന്ന് പറയുമ്പോൾ T1 - T2 അല്ലെങ്കിൽ T2 - T1. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. therefore എന്തൊക്കെ കണ്ടീഷനാണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് റാൻഡം പ്രോസസ് കോൺസ്റ്റൻ്റ് ആണ്. ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഒരു ടൈം ഡിഫറൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. therefore the random process, therefore x of t is a WSS process. Therefore given x of t is WSS process. ഓക്കെ, ഇത്രയേ ചെയ്യാനുള്ളൂ.